എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും ഷോപ്പിങ്ങിന് പോകാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ല 2 ആഴ്ച കൂടുമ്പോഴാണ് നമ്മൾ വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം അതിന് വേണ്ടി പോവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ മോളോട് ചോദിക്കുക എവിടെ പോവാണെന്ന്. അപ്പോൾ അവൾ പറയുന്നത് കേൾക്കാം. പാർക്കിൽ പോകാൻ ഇഷ്ടമാണോ? അപ്പം അതാണ്, അവൾക്കാണ് വെളിയിൽ പോകുമ്പോൾ തന്നെ വിചാരം പാർക്കിലാണ് പോകുന്നതെന്നുള്ളൊരു വിചാരമാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. സാധാരണ ഫ്ലോറിഡ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം മോളിങ്ങനെ എന്നെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട് അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അപ്പം ഞാൻ നോക്കുകയാണ് എന്താണെന്ന്. എന്തോ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവിടെ കുറച്ച് ഫൗണ്ടെയിൻ ഇങ്ങനെ ഉണ്ട്. മിക്കവാറും ഇവിടെ എല്ലായിടത്തും കാണും. അപ്പം അത് കണ്ടിട്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. പിന്നെ ആണെങ്കിൽ മോളാണെങ്കിൽ സാധാരണ വൈകുന്നേരം അല്ല ഉച്ചയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാറുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ അവളെ ഉറക്കിയില്ല. അപ്പം ഭയങ്കര ആളൊരു മൂഡ് ഓഫാണ്, ഉറക്കമൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ദൂരെ അവിടെ കാണുന്നുണ്ട് ഒരു വലിയ കെട്ടിടം, അത് കൺവെൻഷൻ സെൻ്ററാണ്. അപ്പം അവിടെ വരെ പോകേണ്ട, അതിന് മുന്നേ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറയായിരുന്നു, ചേട്ടൻ്റെ ഈ ഓഫീസിലേക്കുള്ള ക്ലയൻ്റ് ഇല്ലേ, അവരുടെ ഹോട്ടൽസാണ് അത്. അപ്പം നമുക്കവിടെ ഫ്രീ ആയിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് പറ്റത്തില്ല, ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലൊക്കെയുള്ള ഹോട്ടൽസൊക്കെ, ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ സാധാരണ എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽസ് മാത്രമല്ല, റെൻറ്റും ഭയങ്കര റേറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറി. അത് ഒന്നുകൂടെ കയറണമെന്ന് മോളോട് ചോദിക്കുകയാണ് ഞാൻ. കുഞ്ഞ് ഹെലികോപ്റ്റർ എവിടുന്ന് കിട്ടാനാ? അപ്പോൾ മോൾക്ക് ഹെലികോപ്റ്ററിൽ കയറാൻ നല്ല പേടിയായിരുന്നു. പക്ഷെ അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പം ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ മോളുടെ സൈഡിൽ ഇതേപോലെ നെറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശം അതങ്ങനെ അടർന്നങ്ങ് വീണു. അപ്പം ഞാൻ പറയുന്നുണ്ട് മോളോടെ അതൊന്ന് ശരിക്ക് വെക്കുന്നൊക്കെ. എനിക്ക് ഇവിടുന്ന് എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ അവളത് അപ്പോൾ തന്നെ ഊരി അങ്ങ് എടുത്തു. നല്ല വെയിലും കൂടെ ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് കുത്തക്കേട് അങ്ങനത്തെയൊക്കെ ഇവൾക്കുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ്, പട്ടേൽ ബ്രദേഴ്സിന്. ഇവിടെ കുറേ ഇന്ത്യൻ സ്റ്റോർസൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കൂടുതൽ അടുത്ത് ഈ സ്റ്റോർ ആയതുകൊണ്ട് നമ്മൾ പോകുന്നു. പിന്നെ കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. അപ്പം ഇവിടെ വന്നാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കടയിൽ വരുന്ന പോലെ തന്നെ തോന്നും. എല്ലാവരും ഇന്ത്യക്കാരായിരിക്കുമല്ലോ. പക്ഷെ കൂടുതലും മലയാളികൾ വളരെ കുറവാണ്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, തെലുഗു, കന്നഡ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഇവർക്ക് ബ്രാഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ അമേരിക്കയിൽ കുറേ ഇടത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ചൂട് വെയിലായിരുന്നു. ഞാൻ സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ഇത്രയും വെയിലുണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പൊതുവേ അമേരിക്ക തണുപ്പാണെന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കയറുമ്പോൾ തന്നെ കണ്ടില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കയറുന്നിടത്ത് തന്നെ തക്കാളി ഇരിക്കുന്നതുകൊണ്ട് ആദ്യം അതെടുക്കാമെന്ന് വെച്ചു. സാധാരണ ഇതെല്ലാം എടുക്കുന്നത് ചേട്ടനാണ്. ഞാൻ മോളെ നോക്കുക, കാരണം അവൾ എല്ലായിടത്തും വലിഞ്ഞു കയറുക, സാധനങ്ങൾ എടുത്തിടുക, അതൊക്കെ ആയിരിക്കും. അപ്പോൾ അവളെ ഞാൻ നോക്കും, ചേട്ടൻ എടുക്കും. അപ്പം വെണ്ടയ്ക്ക മാത്രം ചേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാം, നീ എടുത്താൽ ശരിയാകത്തില്ല. സത്യമാണ്, ഞാൻ എടുത്താൽ ചിലപ്പോൾ അഴുക്കൊക്കെ എടുത്തിട്ടിടും. ചേട്ടനാകുമ്പോൾ അത് നോക്കിയൊക്കെ ഇങ്ങനെ എടുത്തോളും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇവിടെ ആണെങ്കിൽ ഞാൻ ഇതുവരെ കാണാത്തതാണ് ഇതുപോലെ നമ്മുടെ ഇതില്ലേ
കരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്നാ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. വെള്ളം വെറുതെ പൈസ പോയി. $5 എന്തോ ആയിരുന്നു. അത് വെറുതെ പോയത്. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് കൊള്ളത്തില്ലെന്ന് കാണുമ്പോഴേ ഭയങ്കര വിഷമമായിരുന്നു. മോളെ കൊണ്ട് വന്നാൽ ഇതാണ് പ്രശ്നം. അവൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് എനിക്ക് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ സമയം. അതുകൊണ്ടാണ് ഞാൻ മോളെ നോക്കുന്നതും ചേട്ടന് സാധനം എടുത്തിടുന്നതും. ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ എല്ലാ പച്ചക്കറികളും നമുക്ക് കിട്ടും കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും ഒക്കെ കിട്ടും. പിന്നെ ഇത് വേണം പാൽ ഐറ്റംസ്, പനീർ ഐറ്റംസ്, പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില, പിന്നെ കറിവേപ്പില എല്ലാം കിട്ടും. കുറച്ച് റേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല. അതുപോലെ തന്നെ ക്വാളിറ്റി നല്ല അടിപൊളിയായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഫ്രൂട്ട്സ് മാത്രം എനിക്ക് ഇവിടുത്തെ അത്ര ഇഷ്ടമല്ല. ഫ്രൂട്ട്സൊക്കെ വളരെ എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് അത്ര നല്ല ക്വാളിറ്റി അല്ല. അതുപോലെ തന്നെ ഇവർക്കാണെങ്കിൽ ഇന്ത്യൻ സ്നാക്സ് ഒക്കെയുള്ള ചെറിയ ബേക്കറി സെറ്റപ്പും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ കുറേ സാധനങ്ങൾ ഈ കറികളൊക്കെ ഇതുപോലെ ടിന്നിലാക്കി അങ്ങനെയും വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ കുറേ സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ചപ്പാത്തി, പിന്നെ ഫുൽക്ക, പിന്നെ നാൻ, അതൊക്കെ ഇവിടെ കാണും കേട്ടോ. അത് കുറേ ഉണ്ട്. ഒരു 25 എണ്ണത്തിൻ്റെ സെറ്റാണ്. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ അത് വാങ്ങിക്കാറുണ്ട്. വൈകുന്നേരം രാത്രിയിലത്തേക്ക് നമുക്കപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡേറ്റ് മാത്രം അവരങ്ങനെ എഴുതാറില്ല. അതെന്താണെന്നറിയത്തില്ല. പക്ഷേ സംഭവം നല്ലതൊക്കെയാണ്. പാനിപ്പൂരി എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. എല്ലാം കിട്ടും. പക്ഷേ നമുക്ക് കുറച്ച് ഇതാണെന്നേ ഉള്ളൂ, റേറ്റ് ആണെന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പാർലേജിയുടെ ബിസ്ക്കറ്റ് വരെ ഇവിടെ കിട്ടും. നമ്മുടെ ചക്കപ്പ് ചിപ്സും നമ്മുടെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പം ഞാൻ പറയുന്നുണ്ട് ചേട്ടനോട് എല്ലാം എടുക്കണ്ട. കാരണം കഴിഞ്ഞ തവണ വന്നിട്ട് എടുത്ത സാധനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം വെറുതെ എല്ലാം കൂടെ മേടിക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വാങ്ങിക്കണം, അങ്ങനെ ഒരു രീതിയാണ്. ഞാനാണെങ്കിൽ എല്ലാം എടുത്ത് തിരിച്ചിടും. അപ്പം ചേട്ടൻ പറയും നിന്നെക്കൊണ്ട് വന്നാൽ ഇതാ പ്രശ്നം, എല്ലാം എടുത്ത് തിരിച്ചിടും. ഞാൻ എന്തെങ്കിലും പിടിച്ച് ചിലവാക്കുകയാണെങ്കിൽ ഏട്ടൻ അതിൻ്റെ കൂടെ കൂടുതൽ ചിലവാക്കും. അപ്പം മോളിവിടെ അടിച്ച് പൊളിച്ച് എന്താ പറയുക, റൈഡിൽ കയറുന്ന പോലെ ഓരോ സ്ഥലത്ത് ചാടുക മറിയുകയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മുളക് പൊടിയാണ് വലിയ കവറ് മാത്രമേ ഉള്ളൂ. ചെറിയ കവറ് നോക്കിയിട്ട് കാണുന്നില്ല. സാധാരണയുണ്ട്, കാശ്മീരിയുടെ കാണുന്നില്ല. അപ്പം പിന്നെ അവസാനം ഒരെണ്ണം കിട്ടി. അപ്പോൾ ചേട്ടൻ പറയും വലുതെടുക്ക്. ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ എടുക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ പോരെ എന്ന് പറഞ്ഞ് ചെറുത് പിന്നെ കണ്ടുപിടിച്ച് എടുത്ത്. ചേട്ടനെ തന്നെ വിട്ടാൽ ചേട്ടൻ ആ വലുത് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ എല്ലാ ഫ്രോസൺ ഐറ്റം നമുക്ക് കിട്ടും കേട്ടോ. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മീൻകറി തൊട്ട് അവിയൽ വരെ ഇതിനകത്ത് കിട്ടാറുണ്ട് കേട്ടോ. എല്ലാ ഫ്രോസൺ ഐറ്റംസ്. ഇതൊക്കെ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസിൻ്റെ കുറേ ഐറ്റംസാണ്. ആ മഞ്ഞ കളറ് കാണുന്നില്ല, ഇതെല്ലാം നമ്മുടെ ഐറ്റംസാണ് കേട്ടോ. ഉപ്പുമാവ്, പിന്നെ പാലപ്പം, സുഗിയൻ, ബനാന റോസ്റ്റ്, കട്ട്ലേറ്റ്, അങ്ങനത്തെ എല്ലാം കിട്ടും. ഞാൻ വഷ്ണയപ്പം, ഇഡലി, പുട്ട്, ഇതൊക്കെ ഫ്രോസണാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ട, ജസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ മൈക്രോവേവിൽ ഇപ്പോൾ എത്ര മിനിറ്റ് എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും, അത്രയും വെച്ചാൽ മതി. അപ്പം ഞങ്ങളാണ് ഒരു സുഗിയനും ബനാന റോസ്റ്റും എടുത്ത്. ബനാന റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പഴം നിറച്ചിട്ടുള്ള ഇല്ലേ, അത് എടുത്ത് കേട്ടോ. അത് നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞാൽ തേങ്ങ നല്ലത് കിട്ടത്തില്ല. അതായത് നമ്മൾ മുഴുവനായിട്ടുള്ള തേങ്ങയില്ലേ, അതിവിടെ ഒന്നും കിട്ടത്തില്ല നല്ലത്. ഒരുപാട് നമ്മൾ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ വാങ്ങിക്കത്തില്ല. ഇതുപോലെ ചുരണ്ടിയ തേങ്ങ ഉണ്ടല്ലോ, അത് ഫ്രോസൺ കിട്ടും, അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു വലിയ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ നമ്മൾ വാങ്ങി കേട്ടോ. ഇത് നമ്മൾ മാസത്തിൽ 2 തവണ വരാറുള്ളൂ ഇതുപോലെ ചെയ്യാൻ. പച്ചക്കറി വാങ്ങിക്കേണ്ടത് കൊണ്ടാണ് 2 തവണ വരാം. ഇല്ലേ നമ്മൾ ആ മാസത്തിൽ ഒരിക്കലും വന്നാലും മതിയായിരുന്നു. അപ്പം അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി. പിന്നെ മോൾ അവിടെ ഇരുന്ന് മുട്ടായൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മൾ അത് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കാത്തതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് പയ്യെ വെളിയിലോട്ട് ഇറങ്ങി. ചേട്ടൻ അവിടെ അതെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഈ ഒരു ബട്ടൽ ബേഴ്സിൻ്റെ ഈ കടയുടെ വെളിയിൽ തന്നെ അവർ ചുമ്മാ ഒരു ഷോ പീസ് വേണ്ടിയിട്ട് ഇന്ത്യയിലെ നമ്മുടെ ഓട്ടോ ഇല്ലേ അതൊരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പിള്ളേരും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുകയൊക്കെ ചെയ്യും, അതിനകത്ത് കയറിയൊക്കെ കളിക്കാമേ. അപ്പം ഞാൻ മോളോട് പറയാ ഇതാണ് ഓട്ടോ എന്നൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവൾക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞാൻ അറിയാതെ ആ ബമ്പിൻ്റെ മുകളിലും കയറ്റി. സാധാരണ ഇത് ചെയ്യുന്നത് ചേട്ടനാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ഷോയിലൊക്കെ ഇത് ചെയ്തുകൊണ്ട് പോയതാണ്, എനിക്ക് അബദ്ധം പറ്റി. അങ്ങനെ ഞങ്ങളെല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുന്നത്, ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളും അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ആവേശത്തിന് എടുത്തുകൊണ്ട് വന്നപ്പം ചേട്ടൻ പറഞ്ഞു, എന്നാൽ നീ തന്നെ അതെല്ലാം എടുത്ത് വെച്ചോളാൻ, അവസരം മുതലാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ അതെല്ലാം എടുത്ത് വെച്ച് മോളെ അകത്ത് കയറ്റിയിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് ചെന്നു. അപ്പം തന്നെ ഒരു 6 മണിയൊക്കെ ആയി കേട്ടോ വൈകുന്നേരം. നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ഇന്ത്യൻ സ്റ്റോറിലോട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് ഇറങ്ങി 6 മണിയായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഞങ്ങളാണെങ്കിൽ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മുടെ കട്ട്ലൈറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിന് നടുക്കൊരു വലിയ ലേക്കുണ്ട്, പിന്നെ ഒരു സൈഡിലാണെങ്കിൽ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പം മോളും ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ പിള്ളേരും ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ കയറുന്നത്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കയറണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടിയായതുകൊണ്ട് ചേട്ടനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരുന്നു. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂൾ. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ പിന്നെ അതിനകത്തുനിന്ന് ഇറങ്ങത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു.